നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. കോന്തല കൈ നെയ്യടിക്കായി കിട്ടിയ നെല്ലിക്ക കണ്ടു ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലക്ക. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ വിദ്യാലയമുറ്റത്തേക്ക് എത്തുകയാണ്. 2 നിലകളിൽ ഉയർന്നു നിൽക്കുന്ന ആ വലിയ കെട്ടിടത്തെ അല്പം ഭയത്തോടും അപരിചിതത്വത്തോടും കൂടെ നോക്കിയത് ഓർമ്മയുണ്ട്. 1950 സ്ഥാപിതം എന്നെഴുതി വെച്ചത് അന്ന് മനസ്സിൽ പതിഞ്ഞതാണ്. അച്ഛൻ്റെ കൈകൾ പിടിച്ച് ആ ചവിട്ടുപടികൾ കയറിയത്. അഴീക്കോട് എന്ന നാട് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ പ്രഥമഗണനീയമായ സ്ഥാനം വഹിച്ചിരുന്നു എന്നത് അഭിമാനം നൽകുന്നു. അതിൽ നിരവധി മഹാരഥന്മാരെ കേരളത്തിനു മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാക്കി വളർത്തിയെടുത്ത് ഭാരതത്തിന് അഭിമാനം കൊള്ളാൻ എന്റെ വിദ്യാലയം കാരണമായി. ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ അല്പം ആശങ്കകളോടെയും വൈകുന്നേരം ജനഗണമനയ്ക്ക് ശേഷം ഏറെ സന്തോഷത്തോടെയും കേട്ടിരുന്ന ആ മണിയൊച്ച. ഡെസ്കിൽ കോമ്പസ് കൊണ്ട് എഴുതിയ പേരുകൾ ഇപ്പോഴുമുണ്ടാവും. a+b² = a² + 2ab + b². ഈശ്വര, എങ്ങനെ മറക്കാൻ? ഇതിനൊക്കെ എത്രമാത്രം തല്ലുകൊണ്ടിട്ടുണ്ട്. മുനിഞ്ഞു കത്തുന്ന മണ്ണെണ്ണ വിളക്കിന് ചുവട്ടിൽ നിലത്ത് കൂനിക്കൂടിയിരുന്ന് അക്ഷരങ്ങളെ, ആശയങ്ങളെ ഹൃദയത്തിലേക്ക് ആവാഹിക്കാൻ, മനസ്സിലുറപ്പിക്കാൻ കഷ്ടപ്പെട്ട ദിവസങ്ങൾ. പഠിക്കാനിരിക്കുമ്പോഴാണ് പുസ്തകത്തിൽ കാത്തുവച്ച മയിൽപ്പീലിയെ ഓർമ്മ വരാറുള്ളത്. ഒരീസം മെല്ലെ തുറന്ന പുസ്തകത്തിൽ പ്രസവിച്ച മയിൽപ്പീലി കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ കണ്ണിൽ കത്തിയ വെളിച്ചം, ഉള്ളിലുണ്ടായ സന്തോഷം. പെട്ടി തുറക്കുമ്പോൾ പുക പോലെ ഉയരുന്ന തണുപ്പിൽ തെളിഞ്ഞുവരുന്ന വിവിധ നിറങ്ങളിലുള്ള ഐസുമായി ചന്തുവേട്ടനും പിന്നെ രാജ എന്ന തമിഴനും കാത്തു നിൽക്കുന്നുണ്ടാവും. ചങ്ങാതിമാർ വീട്ടിൽ നിന്നും ആരും അറിയാതെ കൊണ്ടുവന്ന ഗപ്പിമീനുകളെ വീട്ടിലെത്തിച്ച് അവയുടെ വർണ്ണച്ചിറകുകളെ നോക്കിയിരിക്കുമ്പോൾ കിട്ടിയ ആഹ്ലാദം. വായനയുടെ ആദ്യ മധുരം നുകർന്ന ലൈബ്രറി ഹാൾ. ഇന്നും അന്നം തേടാനുതകുന്ന അക്ഷരമുത്തുക്കളും ശിരസ് കുനിയാൻ ഇടയാക്കാത്ത സാംസ്കാരിക ബോധവും തന്ന് നെറുകയിൽ കൈവച്ചനുഗ്രഹിച്ച ഗുരുനാഥന്മാരുടെ ഓർമ്മകൾ. കണ്ണുകൾ ഈറനായോ ഒരു മാത്ര. പിന്നെ നനച്ചിരിക്കാതെ വരുന്ന സമരങ്ങൾ, സമരം പൊളിയാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ, ലോങ് ബെല്ലിനായുള്ള കാത്തിരിപ്പ്, അഴികളില്ലാത്ത ജനാലകൾക്കുള്ളിൽ കൂടിയുള്ള എടുത്തുചാട്ടം. എന്തൊരു സുഖമുള്ള ഓർമ്മകൾ അല്ലേ? പക്ഷെ സമരമുള്ള ദിവസങ്ങളിൽ ട്യൂഷൻ സെന്ററുകളിൽ ലോക്കാവാറാണ് പതിവ്. മഴ നനഞ്ഞുള്ള പോക്കുകൾ എവിടെ മറക്കാൻ? സ്കൂൾ കാന്റീനിലേക്ക് പോകുന്ന ഇടുങ്ങിയ ഇടനാഴിയും അതിനപ്പുറത്തെ ക്ലാസുകളും ഈസ്റ്റേൺ മ്യൂസിക്കിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ദാസേട്ടന്റെയും മറ്റും പാട്ടുകളും, സ്റ്റുഡിയോയിൽ നിന്നും കിട്ടിയ കറുപ്പും വെളുപ്പും ഇടചേർന്ന കുഞ്ഞു മുഖചിത്രങ്ങൾ. നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. പിന്നെ എന്തിനാണ് ഈ ചിതലരിക്കുന്ന ഓട്ടോഗ്രാഫ് എന്നെഴുതിത്തന്ന് 10ാം ക്ലാസിന്റെ പടിയിറങ്ങിപ്പോയവരുമുണ്ട്. ചിതലരിക്കാത്ത മനസ്സും മഷി മായാതെ സൂക്ഷിച്ച ഓട്ടോഗ്രാഫുമായി അവർ വരും ഒന്ന് കാണാൻ. ജീവിതത്തിൽ ഇത്രയേറെ ആർദ്രതയോടെ ഓർക്കാവുന്ന ദിവസങ്ങളാണ് കഴിഞ്ഞു പോയതെന്ന് അപ്പോൾ അറിഞ്ഞില്ലല്ലോ. ഇപ്പോൾ എന്റെ സ്കൂളിന്റെ നന്മകൾ പങ്കിട്ടെടുത്ത് ജീവിതം കെട്ടിപ്പടുത്ത ഓരോരുത്തരും തിരിച്ചെത്തുകയാണ്. വീണ്ടും സമന്വയിക്കാനായി, കൂട്ടുകാരെ കാണാനും കൂട്ടുചേരാനുമായി. ഡിസംബർ 22 അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമന്വയം @75 എന്ന മഹാസംഗമത്തിനായി ഞങ്ങളുണ്ടാവും. ഒപ്പരം
നിങ്ങളും വരണം. ഒരു വട്ടം കൂടി എന്നോർമകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലിമരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമെഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരി കുടിച്ചെന്ത് മധുരമെന്നോതുവാൻ മോഹം. എന്ത് മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം.